മാർച്ച് 24 അതായിരുന്നു ഡെഡ് ലൈൻ. മാർച്ച് 24 മുൻപ് സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. കൊടും വേനൽ കഴിഞ്ഞു, ദിവസങ്ങൾക്കകം അതായത് ജൂൺ 3 സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ എങ്ങനെ സ്കൂളിലേക്ക് പോകും? അന്ന് മേയർ പറഞ്ഞത് കേൾക്കാം. വെറുതെ ഒരു ഫേക്കായി ഒരു ഡേറ്റ് ആണ് പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഡേറ്റിലേക്ക് എനിക്ക് വരാം. പക്ഷേ ഇതിനകത്ത് അവസാനത്തെ റോഡിനിട്ടിരിക്കുന്ന ഡേറ്റ് ആണ് 24 മാർച്ച് 24 എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി മാസം അവസാനിപ്പിക്കുന്ന റോഡുകളുണ്ട്. വേണമെങ്കിൽ ഞാൻ സൂചിപ്പിക്കാൻ എനിക്ക് പ്രയാസമില്ല. നമ്മുടെ അയ്യങ്കാളി ഇതിന് മുന്നിലുള്ള റോഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം അവസാനിക്കുന്നതാണ്. തക്കാട് റോഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം അവസാനിക്കുന്നതാണ്. അങ്ങനെ ഓരോ റോഡിനും നിശ്ചിതമായ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. മാർച്ച് 24 എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ റോഡ് പൂർത്തിയാക്കുന്ന നമുക്ക് നൽകിയിട്ടുള്ള നമ്മളെ റിപ്പോർട്ടർ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ് ആണ് ഈ മാർച്ച് 24 എന്ന് പറയുന്നത്. അതിന് മുൻപ് വർക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻപ് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. TS ഹരികൃഷ്ണനാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഇപ്പം മേയർ പറഞ്ഞത് നമ്മൾ കേട്ടു. 2024 മാർച്ച് അല്ലേ പറഞ്ഞത്? അടുത്ത കൊല്ലത്തെ മാർച്ച് ആയിരുന്നോ മേയർ പറഞ്ഞത്? നമ്മൾ എല്ലാ മാസവും തിങ്കളാഴ്ച എല്ലാ ആഴ്ചയും ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഇതിപ്പോൾ എല്ലാ വർഷവും മാർച്ച് 24 ഉണ്ട് എന്ന് വേണമെങ്കിൽ തമാശയായിട്ട് പറയാം. 2024 മാർച്ച് 24 തന്നെയാണ് ആര്യ രാജേന്ദ്രൻ അന്ന് പറഞ്ഞത്. 2024 മാർച്ച് 24 കഴിഞ്ഞു, ഏപ്രിൽ 24 കഴിഞ്ഞു, ഇനി 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ മെയ് 24 കഴിയും. അതായത് അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഈ റോഡിൻ്റെ പണികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. എല്ലാ റോഡുകളും പണി പൂർത്തിയായില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പല റോഡുകളും ഗതാഗത യോഗ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സ്കൂൾ പരിസരത്തുള്ള പല റോഡുകളും ഇനിയും പൂർത്തിയാകാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ വിഷയം നമ്മൾ ഇതുപോലെ സംസാരിച്ചതുമാണ്. പലയിടത്തും അവിടെ നിന്നൊക്കെ ലൈവ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും പല റോഡുകളും ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇതിൽ നമ്മൾ നേരത്തെ സ്റ്റെഫിൻ്റെ വാർത്തയിൽ സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോഴും പലയിടത്തും ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ കൃത്യമായി നടന്നിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ വർഷവും ഇതേ വിഷയമായിരുന്നു പ്രധാന പ്രശ്നം. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാതിരിക്കുന്നു. ഓടകളൊക്കെ മാലിന്യം നിറഞ്ഞു നിന്ന് വെള്ളം പോകാത്തൊരു ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു പ്രദേശം മൊത്തത്തിൽ ഒറ്റപ്പെടുകയും അവിടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും കണ്ടു, അതിന് മുമ്പ് മഴക്കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാലവർഷം എത്താൻ പോകുന്നു. ഇനിയും മഴക്കാലം മഴ വലിയ രീതിയിൽ പെയ്യാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി മുന്നിലുള്ളപ്പോൾ ഇനി എപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ ഇനി മഴ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ അത് പൂർത്തിയാകുമോ എന്നുള്ളത് സംശയമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഈ ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ ഈ ഭാഗത്ത് റോഡിന്റെ പണി സ്കൂൾ മാത്രമല്ല, അത് ജനറൽ ആശുപത്രിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയാണ്. മഞ്ചൂർ കോടതിയുണ്ട്, അതിന് നടുക്ക് 2 സ്കൂളുകളുണ്ട്. സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളുണ്ട്, ഹോളി ഏഞ്ചൽ സ്കൂളുണ്ട്. അപ്പം ജൂൺ 3 ദിവസങ്ങളേ ഉള്ളൂ ബാക്കി ആ കുട്ടികൾ വരാൻ വേണ്ടി. ഹരി, അപ്പം എന്താണ് ഇവരുടെ പ്ലാൻ? എന്താണ്? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ കോർപ്പറേഷന്? അല്ല, ഇവിടുത്തെ ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ട് കുറേ മാസങ്ങൾ കൊണ്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അവിടെയുള്ള ആ റോഡിൻ്റെ പരിസരത്തുള്ള ആളുകളും അവിടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളും എല്ലാവരും ഇതിനു മുമ്പ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അതായത് വഞ്ചൂര് ഭാഗത്ത് നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് വരാൻ എളുപ്പ വഴിയാണത്, ഈ സ്കൂളിൻ്റെ മുന്നിലൂടെയുള്ള വഴി. ഇത് ഇപ്പോൾ ഈ ആംബുലൻസും മറ്റുമൊക്കെ ആ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ പാറ്റൂര് വഴി പോകേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഈ ജൂൺ 3 ഇനിയുള്ള ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ ആ റോഡിൻ്റെ പണി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കിപ്പോൾ ഇല്ല. പക്ഷേ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പൊക്കെ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പണി എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത്രയും മാസം കൊണ്ട് തീർന്നില്ല, ഇനി ഇത്രയും ദിവസം കൊണ്ട് തീരുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു.